നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ബെൻഫ്ലീറ്റിൽ നിന്ന് മലയാളി പെൺകുട്ടിയെ കാണാതായി. ബെൻഫ്ലീറ്റിൽ നിന്ന് അനിത കോശി എന്ന മലയാളി പെൺകുട്ടിയാണ് കാണാതായത്. വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് എസെക്സ് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള പെൺകുട്ടിക്ക് 5 അടി 4 ഇഞ്ച് ഉയരവും നീണ്ട കറുത്ത മുടിയുമുണ്ട്. കാണാതാകുന്ന സമയം കുട്ടി വെള്ള ടോപ്പും കറുത്ത ട്രൗസറും കറുപ്പും വെള്ളയും ഉള്ള ട്രെയിനറുമാണ് ധരിച്ചിരുന്നത്. കറുത്ത ഹാൻഡ് ബാഗും ഓറഞ്ച് പിടിയുള്ള ഗ്രേ നിറത്തിലുള്ള ലെതർ ബാഗും കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നു. ജൂൺ 14 വെള്ളിയാഴ്ച മുതലാണ് അനിതയെ കാണാതായതായി റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ട്രെയിനിൽ അനിത ലണ്ടനിലേക്ക് യാത്ര ചെയ്തതായാണ് പോലീസ് കരുതുന്നത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബർമിംഗ്ഹാം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപ് എത്തിച്ചേരണമെന്ന് നിർദ്ദേശം. വിമാനത്താവളത്തിലെ നീണ്ട ആശയക്കുഴപ്പങ്ങളും യാത്ര തടസ്സപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് ഈ നിർദ്ദേശം. EasyJet യാത്രക്കാർ ബ്രിട്ടനിലെ മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ 1 മണിക്കൂർ മുൻപ് എത്താനും ആവശ്യപ്പെടുന്നു. ഹാൻഡ് ലഗേജിൽ സൂക്ഷിക്കാവുന്ന ലിക്വിഡിന്റെ പരിധി 100 ml തിരിച്ചെത്തിയതോടെ ഒരാഴ്ചയിലേറെയായി വിമാനത്താവളങ്ങളിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ 100 ml നിയമം പാലിക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്. ജൂൺ 1 നിയമമാറ്റം പ്രാബല്യത്തിൽ വരികയും ഹാൻഡ് ലഗേജിൽ 2 ലിറ്റർ വരെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യേണ്ടിയിരുന്നതാണ്. എന്നാൽ ഹീത്രൂ, ഗാറ്റ്വിക്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നത് വൈകിയതിനെ തുടർന്നാണ് നിയന്ത്രണം നീട്ടിയത്. വിദേശ രാജ്യങ്ങളിലെ സ്വത്തിനും വരുമാനത്തിനും ബ്രിട്ടനിലും നികുതി. ആശങ്കയായി ലേബർ പ്രകടന പത്രിക. മുഖ്യ പ്രതിപക്ഷമായ ലേബറിന്റെ പ്രകടന പത്രികയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിരവധി വാഗ്ദാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ നിരക്കുകൾ കുറയ്ക്കാൻ സ്ട്രീറ്റുകളിൽ പോലീസ് സാന്നിധ്യം, ക്രിമിനലുകളെ കൂടുതൽ കാലം തടവിൽ പാർപ്പിക്കാൻ കൂടുതൽ ജയിൽ സൗകര്യം, 15 ലക്ഷം പുതിയ വീടുകൾ, 16 വയസ്സിൽ താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്ക് വാങ്ങാനുള്ള നിയന്ത്രണം, സിഗരറ്റ് നിരോധനം തുടങ്ങി ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. പ്രതിവർഷം 7 ലക്ഷത്തിലധികം ഡെന്റൽ അപ്പോയിന്റ്മെന്റുകൾ ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് പാർട്ടി വിഭാവനം ചെയ്യുന്നത്. കൂടാതെ ബ്രിട്ടനിൽ താമസിക്കുന്ന വിദേശികൾക്ക് വിദേശത്തുള്ള അവരുടെ വരുമാനത്തിന് ഏർപ്പെടുത്തിയിരുന്ന 14 വർഷത്തെ നികുതി ഇളവുകളിൽ മാറ്റം വരുത്തും. വിദേശ രാജ്യങ്ങളിലെ സ്വത്തിനും വരുമാനത്തിനും ബ്രിട്ടനിലും നികുതി നൽകണമെന്ന വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ വീടും സ്വത്തുക്കളുമുള്ള മലയാളികളെ നിയമമാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. G7 ഉച്ചകോടിക്ക് ഇറ്റലിയിൽ തുടക്കമായി. G7 വാർഷിക ഉച്ചകോടി തെക്ക് കിഴക്കൻ ഇറ്റലിയിലെ പുലിയയിൽ ആരംഭിച്ചു. US, ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് കൂട്ടായ്മയിലുള്ളത്. US പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധിപർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രസീലിയൻ പ്രസിഡന്റ് ലുല, തുർക്കി പ്രസിഡന്റ് എർദോഗൻ തുടങ്ങിയവർ ക്ഷണിതാക്കളാണ്. ഗാസ വെടിനിർത്തലിനായി ബൈഡൻ മെയ് അവസാനം അവതരിപ്പിച്ച പദ്ധതി G7 നേതാക്കൾ നേരത്തെ അംഗീകരിച്ചിരുന്നു. ബന്ദികളുടെ മോചനവും ഗാസയുടെ പുനരുദ്ധാരണവും വിഭാവനം ചെയ്യുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി US നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിൽ നയതന്ത്ര ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. ഇന്നലെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസംഗിച്ചിരുന്നു. G7 ഉച്ചകോടിയിൽ ഒരു മാർപ്പാപ്പ പ്രസംഗിക്കുന്നത് ഇത് ആദ്യമായാണ്. മാർപ്പാപ്പയുടെ പ്രസംഗം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഉച്ചകോടി അവസാനിക്കും. ഈക്കോളൈ മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ UKയിലെ പ്രധാന സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തിരികെ എടുക്കുന്നു. സെയിൻസ്ബറി, അസ്ദ, ആൽഡി, മോറിസൺസ്, കോപ്പ്, റീറ്റെയിൽ ഫാർമസി ശൃംഖല, ബൂട്ട്സ് എന്നിവിടങ്ങളിൽ വിൽക്കുന്ന സാൻഡ്വിച്ചുകൾ, റാപ്പുകൾ, സാലഡുകൾ എന്നിവയാണ് തിരികെ എടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ ഈക്കോളൈ നേരിട്ട് കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ മുൻകരുതലായാണ് ഇത് തിരികെ എടുക്കുന്നത്. മെയ് മുതൽ UKയിൽ 200-ലധികം ആളുകളെയാണ് ഈക്കോളൈ ബാധിച്ചത്. T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും നിർണായക മത്സരം. ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായകമായ 2 മാച്ചിൽ സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇവരിൽ ഒരു ടീമിന് മാത്രമാണ് സൂപ്പർ 8-ൽ കയറാൻ സാധിക്കുക. ഇതിൽ ആദ്യത്തെ മാച്ച് വൈകിട്ട് 6 മണിക്ക് ഇംഗ്ലണ്ട് നമീബിയയുമായി ഏറ്റുമുട്ടും. അതിനുശേഷം ബ്രിട്ടീഷ് ടൈം രാത്രി 1:30 സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയയെ നേരിടും. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.